ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷിസു യുച്ചിഹയുടെ പാർട്ട് 4 ആണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ജിറായ, കക്കാഷി, ഷിസോയി ഇവരൊക്കെ കണ്ടുമുട്ടിയതൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ ആദ്യം തന്നെ കക്കാഷിയാണ് കാണിക്കുന്നത്. നമ്മുടെ കക്കാഷി ആണെങ്കിൽ നറൂട്ടോ, സാസ്കെ, സാക്കുറ ഇവരുടെ 3 പേരുടെ അടുത്ത് പോയി പറയും, ഞാൻ ഇനി കുറച്ച് നാൾ ഉണ്ടാകില്ല, എനിക്കൊരു മിഷൻ കിട്ടിയിട്ടുണ്ട്, അതിന്റെ തിരക്കിലായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ 3 പേരും ചേർന്ന് ഇനി ട്രെയിനിങ് ചെയ്യണം, ഞാൻ വന്നതിന് ശേഷം പുതിയ ജുട്സൂസ് ഒക്കെ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് നമ്മുടെ കക്കാഷി, ജിറായ, ഷിസോയി 3 പേരും ചേർന്ന് ആ ഒരു മാസ്ക് വെച്ച ക്യാരക്ടറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകും. ഈ സമയം നമ്മുടെ കക്കാഷി ഇല്ലാത്തത് കൊണ്ട് നറൂട്ടോ, സാസ്കെ, സാക്കുറ 3 പേരും ഇങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇവർക്ക് ബോറടിക്കുന്നത് കൊണ്ട് ലീഫ് വില്ലേജിലൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങും. അങ്ങനെ ഇതേ സമയമാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ജിറായ, കക്കാഷി, ഷിസോയി ഇവരെയൊക്കെ കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ കക്കാഷിക്കാണെങ്കിൽ കക്കാഷിയുടെ ആ ഒരു ഷെറിഗൺ വെച്ച് ഇതിന്റെ തന്നെ മറ്റേ ഷെറിഗൺ എവിടെയാണെന്ന് സെൻസ് ചെയ്യാൻ കഴിയും. അങ്ങനെ ആ ഒരു ഡയറക്ഷൻ നോക്കിയാണ് നമ്മുടെ ഷിസോയും ടീമും നടക്കുന്നത്. അങ്ങനെ 3 പേരും നടന്ന് നമ്മുടെ റെയിൻ വില്ലേജിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാകും. അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ കക്കാഷി പറയും, റെയിൻ വില്ലേജിന്റെ അകത്താണ് അവൻ ഉള്ളത്, അവിടെ ഉള്ള രീതിയിലാണ് എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ റെയിൻ വില്ലേജിലുള്ള മാസ്ക് വെച്ച ക്യാരക്ടറിന് മനസ്സിലാകും കക്കാഷി ഇവിടെ എത്തിയിട്ടുണ്ട്, അവന്റെ ഷെയറിംഗ് കട എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെ മാസ്ക് വെച്ച ക്യാരക്ടർ മനസ്സിൽ പറയും, ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല, പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞ് കാമോയി വെച്ച് ആ ഒരു മാസ്ക് വെച്ച ക്യാരക്ടർ, അതായത് ഒബീറ്റോ, അവിടെ നിന്ന് ടെലിപ്പോർട്ടായി പോകുന്നു. ഇതേ സമയം നമ്മുടെ കക്കാഷിയെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായി അവൻ എവിടെയാണെന്ന് ഒന്നുകൂടി സെൻസ് ചെയ്യാമെന്ന് പറഞ്ഞ് ആ ഒരു ഷെറിംഗൻ വെച്ച് നോക്കുമ്പോൾ കക്കാഷിക്ക് സെൻസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ തന്നെ നമ്മുടെ ഷിസോയി പറയും, നമ്മൾ വരുന്നത് അവൻ ഓൾറെഡി മനസ്സിലാക്കി കാണും, അവൻ റെയിൻ വില്ലേജിൽ വെറുതെ ഒന്നും വരികയില്ല, എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് അവൻ വന്നിട്ടുള്ളത്. ഇതേ റെയിൻ വില്ലേജിലാണ് അക്കാട്സുക്കി ഗ്രൂപ്പിന്റെ തലവൻ ഉള്ളത് എന്നൊരു റൂമർ എനിക്ക് പണ്ട് കിട്ടിയിരുന്നു. ഇനി ആ അക്കാട്സുക്കിയും മാസ്ക് വെച്ച ക്യാരക്ടറും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അപ്പോൾ തന്നെ ഷിസൂയി പറയും, നമുക്ക് എന്തായാലും ഇതിന്റെ അകത്ത് കയറി ഒന്ന് അന്വേഷിച്ചു നോക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ജിറായ പറയും, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഈ അക്കാട്സുക്കിയെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയയും ഇല്ല, ഇപ്പോൾ അതിന്റെ അകത്ത് കയറിയാൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവനും ആപത്താണ്. അപ്പോൾ തന്നെ നമ്മുടെ കക്കാഷി പറയും, നമ്മൾ ഇത്ര വരെ എത്തിയിട്ട് അവനെ കുറിച്ച് ഒരു ഡീറ്റെയിലും കിട്ടാതെ പോകുന്നത് മോശമാണ്, അതുകൊണ്ട് റെയിൻ വില്ലേജിന്റെ അകത്ത് എങ്ങനെയെങ്കിലും കയറണമെന്ന് പറഞ്ഞ് 3 പേരും തന്റെ ഹെഡ് ബാൻഡ് ഒക്കെ ഊരി മാറ്റി ഇവരെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കാത്ത രീതിയിൽ വേഷം മാറി റെയിൻ വില്ലേജിനകത്തേക്ക് കയറുന്നു. അങ്ങനെ ഇതേ സമയം നമ്മുടെ കുട്ടി നറൂട്ടോ, സാസ്കെ, സാക്കുറ ഇവരെയാണ് കാണിക്കുന്നത്. 3 പേരും ഇങ്ങനെ വെറുതെ നടന്ന് നല്ല എക്സ്ട്രീം ലെവലിൽ ബോറടിക്കാൻ തുടങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ നറൂട്ടോ പറയുന്നത്, കക്കാഷി സെൻസെ ഇല്ലാത്തത് കൊണ്ട് മറ്റാരെങ്കിലും അടുത്ത് പോയി പുതിയ ജുട്സൂസ് ഒക്കെ പഠിപ്പിച്ചു തരാൻ പറഞ്ഞാലോ, ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് നമ്മുടെ സാസ്കെ പറയുന്നത്, ഇപ്പോൾ എല്ലാവരും ബിസിയാണ്, ആരും തന്നെ നമ്മളെ ട്രെയിനിങ് ചെയ്യാനും വരില്ല. അപ്പോഴാണ് നമ്മുടെ സാക്കുറ പറയുന്നത്, സാസ്കെ, നിന്റെ ബ്രദർ ആയിട്ടുള്ള ഇറ്റാച്ചി ഇല്ലേ, ഇറ്റാച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ജുട്സു ഒക്കെ ചിലപ്പോൾ പഠിപ്പിച്ചു തരില്ലേ? അപ്പോൾ തന്നെ നറൂട്ടോ പറയും, അതെ ശരിയാണ്, ബിഗ് ബ്രദർ ഇറ്റാച്ചി ഇവിടെ ഉണ്ടല്ലോ, ഇതുവരെ എന്നെയും സാസ്കെയും ഇതുവരെ ഇറ്റാച്ചി ട്രെയിനിങ് ചെയ്യിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഒന്ന് ചോദിച്ചു നോക്കാം, ഞാൻ പറഞ്ഞാൽ എന്തായാലും ഇറ്റാച്ചി ട്രെയിനിങ് ചെയ്യിപ്പിക്കും എന്നൊക്കെ നമ്മുടെ നറൂട്ടോ ഹൈപ്പിൽ ഇങ്ങനെ പറയാൻ തുടങ്ങും. ഇതിന്റെ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ ജിൻജൂരിക്ക് വളരുന്നത് നമ്മുടെ ഫുഗാക്കുവിന്റെ ഫാമിലിയിലാണ്, അതായത് ഉച്ചിഹയിലാണ്, അതുകൊണ്ട് നമ്മുടെ ഇറ്റാച്ചി എങ്ങനെയാണോ സാസ്കെയെ കാണുന്നത് അതുപോലെ തന്നെയാണ് നറൂട്ടോയും കാണുന്നത്, അതായത് സ്വന്തം അനിയനെ പോലെ. അപ്പോഴാണ് നമ്മുടെ സാസ്കെ പറയുന്നത്, നറൂട്ടോ അത് വേണ്ട, ഇറ്റാച്ചി കാരണം ഉച്ചിഹയിൽ ചില പ്രശ്നങ്ങളൊക്കെ നടന്നതുകൊണ്ട് ബ്രദർ മുഴുവനായി മാറിയിട്ടാണ് ഉള്ളത്, ആരോടും അധികം സംസാരിക്കാറോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ നറൂട്ടോ പറയും, ഏതായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ സാക്കുറയും പറയും, അതെ ശരിയാണ്, എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കിക്കൂടെ? അങ്ങനെ സാസ്കെയും അതിന് സമ്മതിച്ചു. അങ്ങനെ 3 പേരും ചേർന്ന് നമ്മുടെ സാസ്കെയുടെ വീട്ടിലെത്തി മിക്കാട്ടോയോട്, അതായത് നമ്മുടെ സാസ്കെയുടെ അമ്മയോട് ചോദിക്കും, ബ്രദർ എവിടെയാണ് ഉള്ളത്? അപ്പോൾ തന്നെ മിക്കാട്ടോ പറയും, ഇറ്റാച്ചി ഇസുമിയുടെ കൂടെ പുറത്തേക്ക് പോയിട്ടാണ് ഉള്ളത്. ഈ ഇസുമി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു ഇറ്റാച്ചിയുടെ ഗേൾ ഫ്രണ്ട്. അങ്ങനെ അടുത്ത സീനിൽ ഇറ്റാച്ചി ആൻഡ് ഇസുമിയാണ് കാണിക്കുന്നത്. 2 പേരും ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ ഇപ്പോഴും ആ ഒരു ഉച്ചിഹയെ ഇല്ലാതാക്കാനുള്ള ആ മിഷനിൽ വന്നതും കുറച്ചു പേരെ കൊന്നതും അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ കുറ്റബോധത്തിലാണ് ഉണ്ടാവുക. ഇറ്റാച്ചി പറയും, ഷിസു ഇച്ചിഹ വന്ന് എന്നെ തടഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ നിന്നെ വരെ ഞാൻ കൊല്ലുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ഇമോഷണൽ ആകുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഇസുമി പറയും, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നീ ഇത് മനഃപൂർവ്വമല്ലല്ലോ, ഒരു കണക്കിന് വില്ലേജിന്റെ സമാധാനത്തിന് വേണ്ടിയൊക്കെ ചിന്തിച്ചല്ലേ ഇതൊക്കെ ചെയ്തത്, അതുകൊണ്ട് നീ ഇത് ആലോചിച്ച് ടെൻഷൻ ആകണ്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങും. ഇതേ സമയം നമ്മുടെ നറൂട്ടോ, സാസ്കെ, സാക്കുറ 3 പേരും ഇവരുടെ അടുത്ത് എത്തുന്നു. എത്തിയ ഉടൻ തന്നെ നമ്മുടെ നറൂട്ടോ പറയും, ബിഗ് ബ്രദർ ഇറ്റാച്ചി, കക്കാഷി സെൻസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മളെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഇറ്റാച്ചി ആണെങ്കിൽ ഒന്നും തന്നെ മിണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇറ്റാച്ചി ഒന്ന് ചിന്തിക്കാൻ തുടങ്ങും, സാസ്കെക്ക് ഞാൻ മാത്രമാണ് ഉള്ളത്, അവൻ ഇതുപോലെ ആകാതെ നല്ലൊരു ഷിനോബിയായിട്ട് വളരണം, കൂടാതെ അവന്റെ കൂടെയുള്ളത് നറൂട്ടോ ആണ്, അവനൊരു ജിൻജുരിക്കയാണ്, അവനൊരു ജിൻജുരിക്ക ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും
എന്തെങ്കിലും ആപത്ത് വരാം. അപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും സാസ്കെയും പവർഫുൾ ആയി ഇരിക്കണം എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ ഞാൻ ട്രെയിനിങ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ് ആ ഒരു ഷുറിക്കനും കുണായി ഒക്കെ എങ്ങനെ പെർഫെക്റ്റ് ആയി ടാർഗറ്റിൽ കൊള്ളിക്കണമെന്നും അതിന്റെ അഡ്വാൻസ് ലെവലിലുള്ള ട്രെയിനിങ് ഒക്കെ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ ജിറായ, കക്കാഷി, ഷിസുയി ഇവരെയാണ് കാണിക്കുന്നത്. ഇവർ 3 പേരുമാണെങ്കിൽ പതിയെ റെയിൻ വില്ലേജിന്റെ അകത്ത് കയറി ഇങ്ങനെ നടക്കാൻ തുടങ്ങും. ഈ സമയമാണ് അക്കാട്സുക്കി ലീഡർ ആയിട്ടുള്ള പെയിൻ റെയിൻ വില്ലേജിൽ പവർഫുൾ ആയിട്ടുള്ള 3 പേർ വന്നിട്ടുണ്ട്, അവരുടെ ചാക്ര എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് കോനാനോട് പറയാൻ തുടങ്ങും. അങ്ങനെ കോനാൻ ഇതാരാണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോഴാണ് സാക്ഷാൽ തന്നെ ട്രെയിനിങ് ചെയ്യിപ്പിച്ച നമ്മുടെ ജിറായ സെൻസെ. അങ്ങനെ അക്കാട്സുക്കിയുടെ വേഷത്തിലുള്ള നമ്മുടെ കോനാനെ കണ്ട് ജിറായ പറയും, കോനാൻ ഇത് ശരിക്കും നീ തന്നെയാണോ? നീ എന്താണ് ആ ഒരു അക്കാട്സുക്കി ഡ്രസ്സിൽ ഇരിക്കുന്നത്? നീ ഇനി അക്കാട്സുക്കി ആണോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ കോനാൻ പറയും, ജിറായ സെൻസെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഒരു ലോകത്തൊരു സമാധാനം കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അറിയില്ല. തിരിച്ച് നിങ്ങളുടെ വില്ലേജിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് നിങ്ങൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് കോനാൻ ജിറായോട് പറയും. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ കക്കാഷി പറയും, നീ ഏത് അക്കാട്സുക്കി ആണെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല. ആ മാസ്ക് വെച്ച ക്യാരക്ടർ ആരാണെന്ന് അറിയാതെ നമ്മൾ ഇവിടെ നിന്ന് പോകില്ല എന്ന് പറയുന്നു. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ. ഇവർ തമ്മിലൊരു ഫൈറ്റ് സ്റ്റാർട്ട് ആകും. സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ കോനാനാണെങ്കിൽ ആ ഒരു പേപ്പർ ടെക്നിക് ഒക്കെ വെച്ച് അറ്റാക്ക് ചെയ്യുമെങ്കിലും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്ന് നമ്മുടെ ലെജൻഡറി സനിയൻ, മറ്റൊന്ന് കോപ്പി നിഞ്ച, പിന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടർ ബോഡി ഫ്ലിക്കർ. 3 പേരെ മുന്നിലും നമ്മുടെ കോനാനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇത് മനസ്സിലാക്കി ആ ഒരു 6 പെയിനും കോനാന്റെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ ഇവരെ കണ്ട ഉടൻ തന്നെ നമ്മുടെ ഷിസുയി പെട്ടെന്ന് ഷോക്കായി. ഇവരുടെ കണ്ണിലുള്ളത് അത് തന്നെയല്ലേ? ജിറായ പറയും, അത് തന്നെ, ആ ഒരു റെനിഗൺ. ഇത് ശരിക്കും നാഗട്ടയുടെ റെനിഗൺ ആണ്. പക്ഷെ ഇവരെ കാണുമ്പോൾ യാഹിക്കയെ പോലെയുണ്ട്. നിങ്ങൾ ശരിക്കും ആരാണെന്ന് നമ്മുടെ ജിറായ പെയിനിനോട് ചോദിക്കും. അപ്പോൾ പറയും, ഞാനാണ് പെയിൻ എന്ന് പറഞ്ഞ് പെയിനിന്റെ കുറച്ച് ചാക്ര ഇങ്ങനെ റിലീസ് ചെയ്യും. അങ്ങനെ ഇത് സെൻസ് ചെയ്ത് തന്നെ നമ്മുടെ ജിറായ അടക്കം ഒന്ന് ഷോക്കായി പോകുന്നുണ്ട്. കാരണം ജിറായക്ക് പോലും ഈ ഒരു പെയിൻ ഇത്രത്തോളം പവർഫുൾ ആണെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ തന്നെ നമ്മുടെ ജിറായ ആണെങ്കിൽ കക്കാഷിയും ഷിസുയും നോക്കി നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാമെന്ന് പറയുന്നു. കാരണം ഈ ഒരു 6 പെയിനിന്റെ കൂടെ നമ്മൾ 3 പേരും ഫൈറ്റ് ചെയ്താൽ ജയിക്കില്ല എന്ന് നമ്മുടെ ജിറായക്ക് അറിയാം. എന്നാൽ കക്കാഷിയും ഷിസുയി ആണെങ്കിൽ വെറുതെ വിടില്ല, എന്തായാലും ഫൈറ്റ് ചെയ്തിട്ടേ പോവുകയുള്ളൂ എന്ന മട്ടിലാണ് നിൽക്കുക. അങ്ങനെ ജിറായക്കും വേറെ വഴിയില്ല, 3 പേരും ചേർന്ന് പെയിനിനെ എതിർത്ത് നിൽക്കാൻ റെഡിയാകും. അപ്പോൾ ജിറായ ആണെങ്കിൽ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ് ആ ഒരു വലിയ ടോഡിനെ ആദ്യം തന്നെ സമൺ ചെയ്യും. കക്കാഷി ആണെങ്കിൽ കയ്യിൽ ചിതോറിയൊക്കെ വെച്ച് ആ ഒരു പെയിനുമായിട്ട് ഫൈറ്റ് നടക്കും. ഇവിടെ മെയിൻ പെയിൻ ഇല്ലേ, അതായത് നമ്മുടെ യാഹിക്കോ പെയിനും കോനാനും അവിടെ ദൂരെയാണുള്ളത്. ബാക്കിയുള്ള പെയിനിന്റെ കൂടെയാണ് നമ്മുടെ കക്കാഷി, ജിറായ, ഷിസുയി ഇവർ 3 പേരും ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ജിറായ പതിയെ തന്റെ സേജ് മോഡിലൊക്കെ മാറി ഇവർ 3 പേരും ചേർന്ന് 3 പെയിനിനെ ഡിഫീറ്റ് ചെയ്യും. അങ്ങനെ 3 പെയിനിനെ ഡിഫീറ്റ് ചെയ്തപ്പോൾ നമ്മുടെ മെയിൻ പെയിൻ ആയിട്ടുള്ള അതായത് യാഹിക്കോ പെയിൻ ആണെങ്കിൽ ഞാൻ കളത്തിലിറങ്ങേണ്ട സമയമായി എന്ന് പറഞ്ഞ് ഇവരുടെ അടുത്തേക്ക് നടന്നു വരാൻ തുടങ്ങും. ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ കക്കാഷിയുടെയും അതുപോലെ തന്നെ ഷിസുയുടെ ഒക്കെ ചാക്ര നല്ല രീതിയിൽ ഡ്രെയിൻ ആയിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ ജിറായ സേജ് മോഡിലായതുകൊണ്ട് ജിറായക്ക് അത്യാവശ്യം ചാക്രയുണ്ട്. അങ്ങനെ ഈ സമയം എന്ത് ചെയ്യും, നമ്മുടെ ജിറായയുടെ ഷോൾഡറിലുള്ള ആ ഒരു 2 ടോഡില്ലേ, ആ ഒരു 2 ടോഡ് ഒന്ന് കക്കാഷിയുടെ ഷോൾഡറിലും മറ്റൊന്ന് നമ്മുടെ ഷിസുയുടെ ഷോൾഡറിലും വന്നിരിക്കും. അങ്ങനെ ആ ഒരു ടോഡ് ഇവർക്ക് ചാക്ര കൊടുക്കുകയും ചെയ്യും. അങ്ങനെ 2 പേർക്ക് ചാക്ര കിട്ടി. നമ്മുടെ ഷിസുയി ആൻഡ് കക്കാഷി 2 പേരും മാങ്കിക്യൂ ഷെറിങ്ങളിലേക്ക് മാറും. ഈ സമയം നമ്മുടെ യാഹിക്കോ പെയിൻ ആണെങ്കിൽ ദൂരെ നിന്നും ആ ഒരു റോഡ് ജിറയുടെ മേൽ അറ്റാക്ക് ചെയ്യുന്ന സമയം ഷിസുയി പെട്ടെന്ന് തന്നെ തന്റെ സൂസനോ കൊണ്ടുവന്ന് ആ ഒരു റോഡ് തട്ടി തെറിപ്പിക്കുന്നു. ഇത് കാണുന്ന ജിറായ, കക്കാഷി അതുപോലെ തന്നെ ആ പെയിൻ വരെ ഒന്ന് ഷോക്ക് ആകുന്നു. കാരണം ആദ്യമായിട്ടാണ് ഉച്ചിഹയിലെ ആ ഒരു സൂസനോ കാണുന്നത്. ഇവിടെ നമ്മുടെ ജിറായ ഷിസുയി ഒരു വീക്കായിട്ടുള്ള ഉച്ചിഹയാണെന്നാണ് കരുതിയത്. എന്നാൽ ഈ ഷിസുയി കാണുന്നത് പോലെ അല്ല എന്ന് ജിറായക്കും മനസ്സിലായി. ഈ സമയം നമ്മുടെ ജിറായ ആണെങ്കിൽ ബാക്കി 2 പെയിനിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുമ്പോൾ ഷിസുയി ആണെങ്കിൽ നമ്മുടെ യാഹിക്കോ പെയിനും അതുപോലെ തന്നെ കോനാനും നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് സൂസനോ വെച്ച് ഒരു അറ്റാക്ക് കൊടുക്കും. അങ്ങനെ ഈ ഒരു അറ്റാക്കിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നമ്മുടെ യാഹിക്കോ പെയിൻ ഒരു ഭാഗത്തേക്ക് ചാടും, അതുപോലെ തന്നെ കോനാനും മറുഭാഗത്തേക്ക് ചാടുന്നു. അങ്ങനെ കോനാൻ ചാടുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഷിസുയി ആണെങ്കിൽ തന്റെ കോട്ട മുട്സക്കാമി വെച്ച് കോനാനെ ഗെഞ്ചിറ്റ്സുയിലാക്കും. ആക്കിയ ഉടൻ തന്നെ നമ്മുടെ കോനാനാണെങ്കിൽ താഴെ വീഴുന്ന സമയത്ത് കക്കാഷി കാമോയി വെച്ച് അവിടെ എത്തി ഓടി വന്ന് ഷിസുയുടെ ആ ഒരു സുസനോക്കകത്ത് കയറുന്നു. അതായത് കോനാൻ ഇപ്പോൾ കക്കാഷിയുടെ കയ്യിലാണ് ഉള്ളത്. അങ്ങനെ ജിറയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിസുയുടെ സുസനോക്കകത്ത് കയറി കക്കാഷിയുടെ ഷോൾഡറിലുള്ള ആ ഒരു ടോഡിനോട് പറയും, എനിക്കിപ്പോൾ കൂടുതൽ ചാക്ര വേണമെന്ന് പറഞ്ഞ് കക്കാഷി തന്റെ മുഴുവൻ എനർജിയും പുറത്തെടുത്ത് കാമോയി വെച്ച് ജിറയ, ഷിസുയി, കോനാൻ പിന്നെ ആ ഒരു വലിയ സൂസനോ അടക്കം ടെലിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കും. ഇത് മനസ്സിലാക്കിയ നമ്മുടെ പെയിനാണെങ്കിൽ ദേഷ്യം വന്ന് ദൂരെ നിന്നും ആ ഒരു റോഡ് വെച്ച് പിന്നെയും അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ കക്കാഷിക്ക് ആ ഒരു റോഡ് വെച്ച് അറ്റാക്ക് കൊള്ളാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ജിറയെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് തന്റെ കൈകളിൽ അത് കുത്തി ഇറങ്ങുന്നു. അപ്പോൾ തന്നെ നമ്മുടെ കക്കാഷി ആണെങ്കിൽ ആ ഒരു കാമോയി വെച്ച് ആ ഒരു കാമോയി ഡൈമെൻഷനിലേക്ക് ഇവരെയൊക്കെ മുഴുവനായി എത്തിക്കുന്നു. അങ്ങനെ കാമോയി ഡൈമെൻഷനിൽ എത്തിയ ഉടൻ തന്നെ നമ്മുടെ കക്കാഷി ആണെങ്കിൽ ബോധം പോയി താഴെ വീഴുന്നു. കൂടാതെ നമ്മുടെ ഷിസുയി ആണെങ്കിൽ നിലത്തിങ്ങനെ കിടക്കുകയാണ്. പക്ഷെ ഷിസുയി ആ മങ്കിക്യൂ ഷെറികളിൽ തന്നെയാണ് ഉള്ളത്. കാരണം മങ്കിക്യൂ ഷെറികളിൽ നിന്ന് നോർമൽ ഷെറികളിലേക്ക് മാറ്റിയാൽ കോനാൻ ഗെഞ്ചിറ്റ്സുവിൽ നിന്നും പുറത്തു വരും. അങ്ങനെ ഷിസുയി ആണെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. ഈ സമയം ആ
ഒരു 2 ടോഡില്ലേ, ആ 2 ടോഡ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിറയുടെ കയ്യിൽ തറച്ച ആ ഒരു 2 റോഡൊക്കെ എടുത്തു മാറ്റി ജിറയെ ഹീൽ ചെയ്ത് ജിറായ ആ ഒരു ടോഡ് ടെക്നിക്ക് വെച്ച് കോനാനെ ലോക്ക് ചെയ്ത് വെക്കും. അങ്ങനെ കോനാൻ ലോക്ക് ആയതോടുകൂടി നമ്മുടെ ഷിസൂയി ആണെങ്കിൽ കോനാനെ ഗെഞ്ചിച്ചുവിൽ നിന്നും പുറത്തെത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഇതേ സമയം നമ്മുടെ ഹൊക്കാഗെ ഓഫീസാണ് കാണിക്കുന്നത്. ഹൊക്കാഗെ ഓഫീസിൽ നമ്മുടെ ഹിറുസന്റെ മുന്നിലായി സുനാഡെ ഉണ്ടാകും. സുനാഡെ പറയും, മാസ്റ്റർ നിങ്ങൾ എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? ഹിറുസൻ പറയും, എനിക്കിപ്പോൾ പ്രായമായി വരികയാണ്. വില്ലേജിൽ നടന്ന പല പ്രശ്നങ്ങൾ ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി പഴയതുപോലെ റെഡിയായി വരികയാണ്. ഡാൻസോ വില്ലേജ് വിട്ടു പോയി ഇപ്പോൾ ഒറോച്ചിമാറുവിന്റെ കൂടെയാണ് ഉള്ളത്. അതുകൊണ്ട് ഏത് സമയവും വില്ലേജിന്റെ അകത്ത് ഒരു അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനിയൊരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മരിച്ചു പോകും, അതിലെനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ എനിക്ക് ഈ പദവി മറ്റൊരാളെ ഏൽപ്പിക്കണം. അങ്ങനെ ഇത് കേട്ടപ്പോൾ തന്നെ സുനാഡെ പറയും, അത് നടക്കില്ല. വില്ലേജിൽ നിന്നും ആ ഒരു ഷിനോബി പദവിയിൽ നിന്നും ഇറങ്ങി ഞാൻ സ്വതന്ത്രമായി ജീവിക്കുകയാണ്, എനിക്കിത് കഴിയില്ല മാസ്റ്റർ. അപ്പോൾ നമ്മുടെ ഹിറുസൻ പറയും, ഇപ്പോൾ ഈ ഒരു വില്ലേജിൽ ഹൊക്കാഗെ പദവിയിൽ ഇരിക്കാൻ ആരും തന്നെ യോഗ്യനല്ല. നിലവിൽ ഫുഗാക്കു ഉച്ചിഹയാണ് ഉള്ളത്. എന്നാൽ ഉച്ചിഹയുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമല്ല. അതുകൊണ്ട് നീ മാത്രമാണ് ഇപ്പോൾ യോഗ്യനായി ഉള്ളത്. അപ്പോൾ തന്നെ സുനാഡെ പറയും, ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്, നിങ്ങൾ ട്രെയിനിങ് ചെയ്യിപ്പിച്ച ജിറയെ ഇല്ലേ, ജിറയെ ഹൊക്കാഗെ ആക്കിക്കോ. അപ്പോൾ നമ്മുടെ ഹിറുസൻ പറയും, അവനിപ്പോൾ വലിയൊരു ദൗത്യത്തിലാണ് ഉള്ളത്. ഒറോച്ചിമാറു വില്ലേജ് വിട്ട് പുറത്തു പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ നീ മാത്രമേ എനിക്കുള്ളൂ സുനാഡെ. ഞാൻ മരിക്കുന്നതിന് മുൻപ് ഈ ഒരു സ്ഥാനം അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തണമെന്ന് എനിക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സുനാഡെ പറയും, ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ, അതിനുശേഷം ഞാൻ എന്റെ തീരുമാനം പറയാമെന്ന് പറഞ്ഞ് സുനാഡെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതോടുകൂടി ഇന്നത്തെ ഈ ഒരു പാർട്ടും അവസാനിക്കുന്നു. അപ്പോൾ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറക്കാതെ കമന്റ് ചെയ്യൂ. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് പാർട്ടുമായി പിന്നെ വരാം.